ഇപ്പോൾ KCBC പ്രതിനിധി അജി പുതിയ പറമ്പിൽ ചേരുകയാണ്. ശ്രീ അജി, ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷോൺ ജോർജ്. തന്റെ വിമർശനം അത് സഭയ്ക്കൊന്നാകെയല്ല, സഭയ്ക്കെതിരെയല്ല, ദീപികയിലെ ചിലർക്കെതിരെയാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണത്തെയും നിലപാടിനെയും നോക്കിക്കാണുന്നത്? ഷോൺ ജോർജിന്റെയും PC ജോർജിന്റെയും പ്രസ്താവനകള് എനിക്കതിനെപ്പറ്റി ആദ്യമേ പറയാനുള്ളത് അവരോട് വലിയൊരു നന്ദിയാണ്. എന്താന്ന് ചോദിച്ചാല് ഈ കേക്കിന്റെ രൂപത്തില്, ലഡുവിന്റെ രൂപത്തില് ഒക്കെ ഈ അരമനകളിലും ഒക്കെ അവതരിച്ച ഈ വിഭജന രാഷ്ട്രീയമുണ്ടല്ലോ, അതിന്റെ യഥാർത്ഥ മുഖം അവർ ലോകത്തിന് വെളിപ്പെടുത്തി. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയെന്നാണോ? യെസ്, കറക്റ്റ്, അത് തന്നെ. എന്താണ് ഈ സംഘ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം എന്നുള്ളത് അവർ ശരിക്കും വെളിപ്പെടുത്തിയിരിക്കുക. ഈ എന്താ ഇവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ഈ മനുഷ്യ മനസ്സുകളിലൊക്കെ വെറുപ്പ് വിതച്ച് രാഷ്ട്രീയ വെളുവെടുപ്പ് നടത്താനുള്ള പരിശ്രമങ്ങളാണ് ഇവരെപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. ഇവര് ഈ ക്രൈസ്തവരുടെ ഉള്ളിലും ധാരാളം വിഷം കലർത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തനി സ്വരൂപം അവരിലൂടെ തന്നെ പുറത്ത് ചാടിച്ചതിന് യഥാർത്ഥത്തിൽ കേരള സമൂഹം അവരോട് നന്ദിയുള്ളവരായിരിക്കും. തന്നെയല്ല, ഇവരെയൊക്കെ ചുമലിലേറ്റി നടന്നവർക്കും നടക്കുന്നവർക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പും വെളിപ്പെടുത്തലുമാണിത്. അവർക്കൊക്കെ ഇനി പെട്ടെന്ന് കാര്യം മനസ്സിലാകും. ഇന്നലെ ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങളിലെ യുക്തിരാഹിത്യം ഒന്ന് ചിന്തിച്ചു നോക്കി. അദ്ദേഹം പറയാണ്, ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ സഭയുടെ പ്രശ്നങ്ങളിലെല്ലാം ഞാൻ ഇടപെട്ടുവെന്ന്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ഈ പ്രശ്നങ്ങൾ ആരാ ഉണ്ടാക്കിയത്? സിസ്റ്റേഴ്സിനെ ആരാ ആക്രമിച്ചത്? ഈ നോർത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട പാസ്റ്റർമാരെയും അവിടെയുള്ള ദളിതരെയും ആദിവാസികളെയും ഒക്കെ അവരെ ശുശ്രൂഷിക്കുന്നതിന്റെ പേരില്, അവരെ സഹായിക്കുന്നതിന്റെ പേരില് ഈ സിസ്റ്റേഴ്സിനൊക്കെ ആരെ പീഡിപ്പിക്കുന്നത്? അപ്പൊ അവർ തന്നെ പീഡിപ്പിച്ചിട്ട് എന്നിട്ട് പറയാണ് ഞാൻ അവരെയൊക്കെ രക്ഷിക്കാൻ എത്തിയെന്ന്. ഇതൊക്കെ കേരളത്തിലെ മലയാളി സമൂഹത്തിന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ല. പിന്നെ പറയുന്ന കാര്യം എന്താണ്? ദീപിക അങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി. ഇതും ഒരു ഫാസിസത്തിന്റെ യഥാർത്ഥ മുഖമാണ്. ഒരു പത്രം എന്ത് എഴുതണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് അനിഷ്ടമായിട്ടുള്ളതൊന്നും അതിൽ വരാൻ പാടില്ല. ഇതൊക്കെ തികച്ചും എന്താ പറയുന്ന ഒരു ഫാസിസ്റ്റ് മുഖമാണ് ഈ ഷോൺ ജോർജിലൂടെയും PC ജോർജിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അല്ല ഫാദർ, ദീപികയിൽ എഴുതുന്നതൊക്കെ കോപ്രായങ്ങൾ എന്നാണ് പറയുന്നത് ഷോൺ ജോർജ്. സഭയുടെ നിലപാടല്ല എന്നും പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ നമുക്ക് പൊതുസമൂഹത്തിൽ പറയാൻ പറ്റില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവ് PC ജോർജും പറയുന്ന വാക്കുകളൊന്നും നമുക്ക് പൊതുവിൽ പറയാൻ പറ്റുന്ന വാക്കുകളല്ല. അത്ര മോശമായ ഭാഷയിലാണ് അവർ പറയുന്നത്. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾക്ക് അനിഷ്ടമായിട്ടുള്ള ഒന്നും നിങ്ങൾ എഴുതാൻ പാടില്ല, പറയാൻ പാടില്ല. എത്ര അനീതിപരമായിട്ടുള്ള ബില്ല് കൊണ്ടുവന്നാലും നിങ്ങൾ അതിനെപ്പറ്റി വിമർശിക്കാൻ പാടില്ല. ഇനി ഞങ്ങള് എന്താ പറയുന്നത്, സഭയ്ക്ക് ഞങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ ഉത്തരവാദിത്വം BJP ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? സഭയും സമൂഹവും ഒക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ഭരണഘടനയുടെ ബലത്തിലാണ്. നമ്മുടെ രാജ്യം നൽകുന്ന ഭരണഘടനയാണ് നമ്മളെ ഇവിടെ ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. അല്ലാതെ BJPയോ സംഘപരിവാറോ അല്ല, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ആരുടെയും പിതൃത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ദീപികയാവട്ടെ മറ്റു പത്രങ്ങളാവട്ടെ അതിലെന്ത് എഴുതണം, ഏത് രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് അവരെ തീരുമാനിക്കുന്നത്. BJPയുടെ കപടമുഖമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അത് സഭയൊന്നാകെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ ഇപ്പോഴെങ്കിലും? ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവനും ഈ BJPയുടെ കപടമുഖം നേരത്തെ മനസ്സിലാക്കിയതാണ്. പല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. FCRA ബില്ല് അത് വളരെ കൃത്യമായിട്ട് ഈ സംഘപരിവാർ അജണ്ട BJPയുടെ മുഖം കൂടുതൽ കൃത്യമായിട്ട് തുറന്നു കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹങ്ങളെ എങ്ങനെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്താം, അവരുടെ സ്വത്തുവകകൾ എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ളതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ശക്തമായ രീതിയിൽ കേന്ദ്രത്തെ വിമർശിക്കാൻ, എതിർക്കാൻ അവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ബിഷപ്പുമാർ പോയി സന്ദർശിച്ചിരുന്നു. അപ്പോഴൊക്കെ ഈ ഒരു കൺസേൺ അവിടെ അറിയിക്കാൻ പോലും ബിഷപ്പുമാർ തയ്യാറായില്ല എന്നൊക്കെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഫാദർ. ശരിയാണ്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഈ കേക്ക് രാഷ്ട്രീയത്തിന്റെ മധുരത്തിൽ ചില അബദ്ധങ്ങളൊക്കെ ബിഷപ്പുമാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ സംഭവിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ബിഷപ്പുമാരും സഭാ നേതൃത്വം തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കേക്കിന്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അജണ്ടകളുണ്ട്.
ഭയപ്പെടുത്തൽ രാഷ്ട്രീയമുണ്ട്, വിഭജന രാഷ്ട്രീയമുണ്ട്, അപരവൽക്കരണ രാഷ്ട്രീയമുണ്ട്, അവരനെ ശത്രുവായി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് ഈ കേക്കിന്റെ മധുരത്തിൽ ഒരു ബിഷപ്പുമാരും കണ്ണു മഞ്ഞളിക്കരുത്. അവർക്ക് കൃത്യമായ നിലപാടുകൾ ഈ കാലഘട്ടത്തിൽ എടുക്കണം. ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ദീപിക പത്രത്തെയൊക്കെ അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്. ഏതാനും കാലഘട്ടത്തിൽ FCRA ബില്ല് വന്നതിന് ശേഷം അവർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി വിമർശിക്കുന്നുണ്ട്. ഫാദർ പറഞ്ഞതുപോലെയുള്ള ഭയപ്പെടുത്തൽ രാഷ്ട്രീയം ഇപ്പോഴും ഇന്നിപ്പോൾ ഈ നടത്തിയ പ്രതികരണത്തിലും ഷോൺ ജോർജിന്റെ വാക്കിലുണ്ട്. പറഞ്ഞതുപോലെ FCRA നടത്തണം, ആ ബില്ല് കൊണ്ടുവരണമെന്ന് BJP വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവരും എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ്. അതിലെന്താണ് സംശയം? അതായത് ഇതിപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള ഒരു അല്പം നേരത്തേക്കൊന്ന് മാറ്റിവെച്ചത് മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം, ഭരണഘടന ഇവിടെ ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് കീഴ്വഴങ്ങി നിന്നുകൊള്ളണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് തികച്ചൊരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഈ പറയുന്നത്. അല്ല, ഇതിൽ ഫാദർ ഈ FCRA വിഷയത്തിൽ ഉൾപ്പെടെയപ്പോൾ ഇനി BJPക്കെതിരെ, കേന്ദ്രത്തിനെതിരെ എല്ലാ സഭകളും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമല്ലേ വന്നു ചേർന്നിരിക്കുന്നത്, അതുണ്ടാകുമോ? തീർച്ചയായിട്ടും നമ്മൾ FCRA വിഷയം മാത്രമല്ല എടുക്കേണ്ടത്. ഈ അടുത്ത കാലത്തുണ്ടായ പല നിയമ ഭേദഗതികളും ഭരണഘടനാ വിരുദ്ധമാണ്. പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ തന്നെ വഖഫ് അമെന്റ്മെന്റ് ആക്ട്, FCRA, അതുപോലെ തന്നെ കാർഷിക നിയമങ്ങൾ അത് തള്ളപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ലേബർ കോഡ്സ്, ഇങ്ങനെ അനവധി നിയമനിർമ്മാണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്, പൗരന്മാരെ കൂച്ചുവിലങ്ങിടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് FCRA മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾക്കെതിരെ ഒരു പൗരൻ എന്ന നിലയിൽ, ഈ രാജ്യത്തിന്റെ മകനും മകളും എന്ന നിലയിൽ സഭയിലുള്ള എല്ലാവരും, സഭാ നേതൃത്വവും എല്ലാ സഭകളും ഒരുമിച്ച്, ഇവിടുത്തെ എല്ലാവരോടും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഇതൊരു FCRAയുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. FCRAയിലൂടെ അവർ ലക്ഷ്യം വെക്കുന്ന കുറെ ആളുകളുണ്ട്, പാരിസ്ഥിതിക പ്രവർത്തകര്, നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവര്, ഇവരെയൊക്കെ കൂച്ചുവിലങ്ങിടുക എന്നുള്ളതും ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ പൊതുസമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഭ ശക്തമായ നിലപാട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.